വലിയ പ്രക്ഷുബ്ധ രംഗങ്ങൾക്കാണ് സഭ വേദിയാവുന്നത്. ആശാപ്രവർത്തകരുടെ സമരം പ്രതിപക്ഷം ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷ നീക്കത്തെ ഭരണപക്ഷവും ചെറുക്കുകയാണ്. ഇതിൽ സ്പീക്കറുടെ നടപടികളും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുകയാണ്. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വി അരുൺ നമുക്കൊപ്പം ചേരുന്നു. അരുൺ, എന്താണ് സഭയിൽ സംഭവിച്ചത്? ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? സ്പീക്കറും പ്രതിപക്ഷ നേതാവുമായുള്ള വാക്പോരിലാണ് സഭാ നടപടികൾ ഇന്ന് തടസ്സപ്പെട്ടത്. 11 മിനിറ്റായി പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം അവസാനിപ്പിക്കണമെന്ന് സ്പീക്കർ നിർദ്ദേശിച്ചു. അങ്ങയുടെ പ്രസംഗത്തിന്റെ ക്രക്സ് മുഖ്യമന്ത്രി സമരക്കാരെ ചർച്ചയ്ക്ക് വിളിക്കണമെന്നതാണ് ഈ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിലെ ക്രക്സായി സ്പീക്കർ കണ്ടത്. അത് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി മുന്നോട്ട് പോകാനാകില്ല. സാധാരണ അനുവദിക്കുന്ന സമയം അനുവദിച്ചു കഴിഞ്ഞു. പ്രസംഗം നിർത്തണം. ഇതായിരുന്നു സ്പീക്കർ എ ഷംസീറിന്റെ ആവശ്യം. തന്റെ പ്രസംഗത്തിന്റെ ക്രക്സ് തീരുമാനിക്കുന്നത് സ്പീക്കറാണോ എന്ന മറുചോദ്യവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്ത് വന്നു. ഇനി സംസാരിക്കാൻ അനുവദിക്കില്ല, കടുത്ത നിലപാട് തുടർന്ന് സ്പീക്കർ സ്വീകരിച്ചു. അങ്ങനെ പ്രതിപക്ഷ നേതാവിന്റെ മൈക്ക് ഓഫ് ചെയ്യുകയും അടുത്ത നടപടിക്രമങ്ങളിലേക്ക്, അതായത് ശ്രദ്ധ ക്ഷണിക്കലിലേക്ക് സഭ കടക്കുകയും ചെയ്തു. ഇതോടെയാണ് പ്രതിപക്ഷാംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലേക്കും സ്പീക്കറുടെ ഡയസിന് മുന്നിലേക്കും പ്രതിഷേധം വ്യാപിപ്പിച്ചത്. തുടർന്നുള്ള ശ്രദ്ധ ക്ഷണിക്കൽ സബ്മിഷൻ നടപടികൾ പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. അവർ അതിൽ പങ്കെടുക്കാതെ സഭയിൽ പ്രതിഷേധം തുടർന്നു. ആ പ്രതിഷേധത്തിനൊടുവിലാണ് മറ്റു നടപടികൾ. ആഴക്കടൽ ഖനനത്തിനെതിരെയുള്ള സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക സർക്കാർ പ്രമേയം പോലും അവതരിപ്പിച്ചുകൊണ്ട് അതിൽ പ്രതിപക്ഷ നിർദ്ദേശ ഭേദഗതികൾ സഭയിൽ അവതരിപ്പിക്കാതെ തന്നെ സ്വീകരിച്ചുകൊണ്ടും മറ്റു നടപടികളിലേക്ക് സഭ കടന്നതും സഭ ഇന്നത്തേക്ക് പിരിയുകയും ചെയ്തത്. ഏതായാലും ആശാവർക്കർമാരുടെ ഓണറേറിയം അടക്കമുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം സഭയിൽ ഉയർത്തി. ആശമാർ കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ്, പോരാളികളാണ്. രാപകൽ ഭേദമില്ലാതെ, മഴയും വെയിലും വ്യത്യാസമില്ലാതെ വീടുകൾ കയറി ഇറങ്ങി സർക്കാരിന് വേണ്ടി ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. അവരെ ഇങ്ങനെ വെയിലത്തും മഴയത്തും ഇരുത്തി സമരം ചെയ്യിക്കണമോ എന്നായിരുന്നു പ്രതിപക്ഷത്തു നിന്നുള്ള ഈ റൂൾ 50 നോട്ടീസിലെ പ്രധാന ചോദ്യം. മറ്റു പല സംസ്ഥാനങ്ങളെയും കണക്കുകൾ പറഞ്ഞുകൊണ്ട് പറയുന്നത് ആരോഗ്യമന്ത്രി, എന്നാൽ സിക്കിം ഉൾപ്പെടെ സംസ്ഥാനത്തെക്കാൾ ഉയർന്ന വേതനം നൽകുന്നുവെന്ന് ഈ നോട്ടീസ് അവതരിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. എന്നാൽ ഓരോ സംസ്ഥാനങ്ങളിലെയും കണക്കുകൾ നിരത്തിക്കൊണ്ട് സിക്കിം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കേരളത്തെക്കാൾ കുറഞ്ഞ വേതനമാണ് നൽകുന്നത്. സംസ്ഥാനത്തെ ആശമാർക്ക് മറ്റു വേതന വഴികളുമുണ്ട്. അതായത് ചിലർ ആരോഗ്യ പ്രവർത്തനത്തിന് അപ്പുറത്തേക്ക് ചിലർ തദ്ദേശ സ്ഥാപനങ്ങളിൽ ജനപ്രതിനിധികളായി ജോലി ചെയ്യുന്നു, തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഒരു ആശമാർക്ക് ജനുവരിയിലെ കണക്കനുസരിച്ച് 10,000 മുതൽ 13,000 രൂപ വരെ സംസ്ഥാനത്ത് 89% ആശമാരും വേതനം കൈപ്പറ്റുകയാണ്. ഇനിയും സംസ്ഥാനത്ത് ആശമാരുടെ വേതനം വർദ്ധിപ്പിക്കും. അത് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത തീരുമാനമാണ്. അത് വർദ്ധിപ്പിക്കണമെന്ന അഭിപ്രായമാണ് സർക്കാരിനുള്ളത്. വർദ്ധിപ്പിക്കുമെന്ന് ആരോഗ്യമന്ത്രി പറയുമ്പോൾ ഇപ്പോഴത്തെ സമരങ്ങൾ പൂർണ്ണമായും രാഷ്ട്രീയപ്രേരിതമെന്നൊരു വിമർശനമാണ്. പ്രത്യേകിച്ച് SUCI പോലുള്ള പാർട്ടികൾ നടത്തുന്ന സമരം എന്നൊരു വിമർശനമാണ്. SUCIയുടെ വക്താവായി എന്തിന് പ്രതിപക്ഷ MLA മാറുന്ന ചോദ്യമാണ് ആരോഗ്യമന്ത്രി മുന്നോട്ട് വച്ചത്. എന്നാൽ ആർക്കും സമരം ചെയ്തുകൂടെയോ? ഈ സഭയിൽ അംഗങ്ങളായ കക്ഷികൾക്ക് മാത്രമേ സമരം ചെയ്യാൻ പാടുള്ളൂ. എന്തിന് സമരക്കാരെ ഇങ്ങനെ സാംക്രമിക രോഗങ്ങൾ പരത്തുന്ന കീടങ്ങളെന്നും അതുപോലെ തന്നെ മറ്റ് വിമർശനങ്ങൾ, ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് പ്രതിപക്ഷ ചോദിച്ചു. സുരേഷ് ഗോപി കുട കൊടുത്തതിനെ പരിഹസിച്ച കുട മാത്രമാണോ ഉമ്മയും കൊടുത്തില്ലേ എന്ന് ചോദിച്ച CIT നേതാവിന്റെ പ്രസംഗത്തെ തള്ളിപ്പറയാൻ ആരോഗ്യമന്ത്രി തയ്യാറാകുമോ എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. അങ്ങനെ ആശമാർക്ക് വേണ്ടി വലിയ വാദപ്രതിവാദങ്ങൾ സഭയിൽ നടന്നു. ഏതായാലും ശമ്പളം, അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന നിലപാട് സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും അത് എപ്പോൾ കൂട്ടുമെന്ന് പറയാൻ സർക്കാർ തയ്യാറായില്ല. സർക്കാരിന്റെ ഈ നിലപാട് കടുത്ത പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. ഒടുവിൽ സ്പീക്കറും പ്രതിപക്ഷ നേതാവുമായുള്ള വാക്പോരിൽ ഈ ഒരു തവണ കൂടി സഭ തടസ്സപ്പെട്ടു എന്നതുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അരുണ്? പ്രതിപക്ഷം പുറത്തിറങ്ങി വീണ്ടും മാധ്യമങ്ങളെ കാണുന്നുണ്ടോ? സർക്കാരിന്റെ മറ്റു നീക്കങ്ങൾ ഉണ്ടാകുന്നില്ല അത്ര സാഹചര്യമുണ്ടോ? ഒപ്പം ഈ കടൽ ഖനനം സംബന്ധിച്ച് ഒരു പ്രതിപക്ഷ സർക്കാർ ഒന്നിച്ചു നീക്കമാണല്ലോ നമ്മൾ സഭയിൽ പ്രതീക്ഷിച്ചത്. അതിനുള്ള സാഹചര്യവും ഉണ്ടായില്ല. അതല്ലേ സംഭവിച്ചത്? തീർച്ചയായും ആഴക്കടൽ ഖനനത്തിനെതിരെ കേന്ദ്ര തീരുമാനത്തിനെതിരെ സർക്കാർ പ്രമേയം മുഖ്യമന്ത്രി അവതരിപ്പിക്കും. സാധാരണഗതിയിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രമേയങ്ങൾ അങ്ങനെ മുഖ്യമന്ത്രി അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷം അത് പിന്തുണ നൽകാറുണ്ട്. ഇവിടെയും ഇന്നും അത് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെട്ടത്. പ്രതിപക്ഷ പിന്തുണ ഉണ്ടാകുമെന്നും പ്രതീക്ഷിച്ചു. പ്രതിപക്ഷം ചില ഭേദഗതികൾ ഈ സർക്കാർ പ്രമേയത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സഭയിൽ അവതരിപ്പിച്ചില്ല. മുഖ്യമന്ത്രി സഭയിൽ പ്രമേയം അവതരിപ്പിക്കുന്നതിന് പകരം പ്രതിപക്ഷ ബഹളം ഉണ്ടായതുകൊണ്ട് തന്നെ അത് ടേബിൾ ചെയ്യുകയായിരുന്നു. അപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞത് പ്രതിപക്ഷം ഈ ഭേദഗതിയിൽ അവതരിപ്പിച്ചു
അവതരിപ്പിച്ചില്ലെങ്കിലും അതെല്ലാം കാര്യമാത്ര പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ ആ ഭേദഗതികൾ കൂടി പ്രതിപക്ഷം നിർദ്ദേശിച്ച ഭേദഗതി കൂടി സർക്കാർ സ്വീകരിക്കുന്നു. അങ്ങനെ പ്രമേയം ഏകകണ്ഠമായി കേന്ദ്രത്തിന് അയക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. പ്രതിപക്ഷത്തിന് അത് അവതരിപ്പിക്കാനുള്ള അവസരം സഭയിലുണ്ടായില്ല. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് അവർ എല്ലാ നടപടികളും വിട്ടുനിൽക്കുകയായിരുന്നു. പക്ഷേ അവർ നിർദ്ദേശിച്ച ഭേദഗതി, എഴുതി നൽകിയ ഭേദഗതി കൂടി സ്വീകരിച്ചുകൊണ്ടാണ് ആ പ്രമേയം സർക്കാർ പാസാക്കിയത്. അത് ഏകകണ്ഠമായി പാസാക്കിയ നിലയിൽ തന്നെയാകും കേന്ദ്രത്തെ അറിയിക്കുക. യെസ്, അതാണ് അരുൺ സൂചിപ്പിച്ചതാണെന്ന് സഭയിൽ കണ്ടത്. എന്തായാലും